അതുപോലെ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ കർമ്മപദത്തിൽ 55 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ സമ്മേളനങ്ങൾ, പുതിയ പ്രോഗ്രാമുകൾ, വിദ്യാർത്ഥികളെ ഇസ്ലാമിൻ്റെ ദിശയിലേക്ക് ക്ഷണിക്കുന്ന പുതിയ പ്രോഗ്രാമുകളുമായി MSM ഇറങ്ങുകയാണ്. ജെൻ എം എന്ന പേരിൽ MSM ഒരു കോൺഫറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടപ്പുറത്താണ് ഇൻഷാ അള്ളാ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ നമ്മളത് സംഘടിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജെൻ എം എന്ന് പറയുന്നത് മുസ്ലിമാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ജെൻ മുസ്ലിം, ജെൻ മുവഹിദ്, അതേപോലെ തന്നെ ജെൻ മുജാഹിദാണ് ഞാനെന്ന് ഒരു കുട്ടി പ്രഖ്യാപിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാവിലെ എടവണ്ണയിൽ അലവി മൗലവിയുടെ മണ്ണിൽ നമ്മുടെ മക്കൾ, അലവി മൗലവിയുടെ മകൻ ആദരണീയനായ ഗുരുനാഥന്റെ കൂടെ അവിടുത്തെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ കുട്ടികൾ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടിലേക്കാണ് നടന്നുപോയത്. അവർ അന്വേഷിച്ചത് AP നടത്തിയ തൗഹീദിന്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചാണ്, തൗഹീദിന്റെ സന്ദേശങ്ങളെക്കുറിച്ചാണ്. കേരളത്തിന്റെ എല്ലാ ദിശയിലും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്താണോ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലെഗസി എന്താണോ, അത് പുതിയ തലമുറയെ കേൾപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ പ്രോഗ്രാമിലൂടെ MSM നിർവഹിക്കുന്നത്. വിവാഹം എന്തിനാണെന്ന് ചോദിക്കുന്ന കുട്ടികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെയാണ് ജെൻ എം എന്ന പ്രോഗ്രാം പ്രസക്തമാകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റിയൽ എന്ന് തിരിച്ചറിയാൻ, ആ നിലക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ യഥാർത്ഥ ദീനിന്റെ ദിശയിലേക്ക് നയിക്കാനാണ് MSM ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. MSMുമായും MGMന്റെ സ്റ്റുഡൻസ് വിങ്ങുമായും നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താൻ, അങ്ങനെ ദീനിന്റെ ദിശയിലേക്ക് അവരെ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി MSM നിർവഹിക്കുന്ന രണ്ടാമത്തെ ദൗത്യം ഇസ്ലാമോഫോബിയ കേരളത്തിൽ വളരെ സജീവമായി അതിൻ്റെ എല്ലാ നിലക്കുമുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനമനസ്സുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ MSM നിർവഹിച്ചത് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികൾക്കിടയിൽ ജെൻ മുഹമ്മദ് എന്ന പേരിൽ അവർ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് ഉണ്ടായത്. ആ ക്യാമ്പയിനിലൂടെ പുതിയ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്കിടയിൽ പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരാൻ MSMന് സാധിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 4 ദിവസം ഇൻഷാ അള്ളാഹ് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളോടുകൂടി ഈ കടപ്പുറത്ത് മുജാഹിദ് മക്കൾ സമ്മേളിക്കുകയാണ്, മുസ്ലിം മക്കൾ സമ്മേളിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ അവസാനത്തെ ദിവസമാണ്. അവസാനത്തെ ദിവസം ഇൻഷാ അള്ളാഹ് ഈ ഒരു കടപ്പുറത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജെൻസി സ്റ്റുഡൻസിന്റെ കോൺഫ്ലുവൻസ് ആയി ആ സമ്മേളനം മാറ്റണമെന്നാണ് കേരള നദുത്തുൽ മുജാഹിദീൻ MSMനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾ അതിനുവേണ്ടി മക്കളെ പറഞ്ഞയക്കണം. നാം ഈ സമ്മേളനത്തിന് വർക്ക് ചെയ്തതുപോലെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടതുണ്ട്. ആ സമ്മേളനത്തിൽ തന്നെ ഏറ്റവും വ്യതിരിക്തമായ ഒരു പ്രോഗ്രാം MSMന്റെ എക്സ്പോയാണ്. ഇന്ന് കുട്ടികൾ അഡിക്ഷനിലാണ്. അതിൽ നിന്നുള്ള പരിഹാരമായി MSM ഒരുക്കുന്ന ഫുള്ളി ഡിജിറ്റലായ ഒരു എക്സ്പോ ഇൻഷാ അള്ളാഹ് ഈ അവധിക്കാലത്ത് ഈ കടപ്പുറത്ത് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് ദഅവാ പ്രവർത്തനങ്ങളും നമ്മുടെ തൗഹീദിന്റെ ദിശയെ സംബന്ധിച്ച്, തൗഹീദിനെ സംബന്ധിച്ച് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഈ സമ്മേളനവും മുജാഹിദുകളായ നമ്മൾ ഏറ്റെടുത്ത് കൃത്യമായി അതിൻ്റെ പ്രോഗ്രാമിലേക്ക് മക്കളെ എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് MSM സംഘടിപ്പിക്കുന്നത്. ലിറ്ററേച്ചർ ഫെസ്റ്റായും, നമ്മുടെ മദ്രസ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കിഡ്സ് സ്പേസ് ആയും, അതേപോലെ ദീനിന്റെ വിവിധ വിഷയങ്ങൾ, കുട്ടികൾക്ക് സംശയമുണ്ട്, ആ സംശയം നിവാരണം വരുത്തുന്ന വർക്ക്ഷോപ്പുകൾ, AI സാധ്യതകൾ, പുതിയ കാലത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരിയറിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരണം, വർക്ക്ഷോപ്പുകൾ നടക്കുകയാണ്. ഇങ്ങനെ ഏറെ വ്യത്യസ്തമായ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ഭാവുകങ്ങളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.